ഹായ് ഓൾ, നമുക്കിന്ന് സൈൻ കോസ് ടാൻ ഇവയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പിൽ തയ്യാറാക്കാം. നമ്മൾ അതിന് ചെയ്യേണ്ടത് ആദ്യം 2 സ്ലൈഡ് ഉണ്ടാക്കുക. സ്ലൈഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. സ്ലൈഡിൻ്റെ പേര് തൽക്കാലം ഞാൻ P എന്ന് കൊടുക്കുന്നു. മിനിമം ആയിട്ട് നമുക്ക് 2 കൊടുക്കാം, മാക്സിമം 10 കൊടുക്കുന്നു. വലിയൊരു ട്രയാങ്കിൾ കിട്ടാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആംഗിൾ സെലക്ട് ചെയ്യാം. നമ്മൾ ആംഗിൾ സൈഡ് ഉണ്ടാക്കാൻ പോകുന്നത് മിനിമം നമുക്ക് 10 കൊടുക്കാം, മാക്സിമം നമുക്കൊരു 80 കൊടുക്കാം. ദെൻ ഈ നമ്മൾ ചെയ്യേണ്ടത് സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒരു റേഡിയസ് ചോദിക്കുന്നുണ്ട്. P എന്ന സൈഡിൻ്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ P എന്ന സ്ലൈഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ സർക്കിൾ വലുതാവുന്നുണ്ട്. തൽക്കാലം ഞാനിവിടെ അതിൻ്റെ ഗ്രിഡ് ഓണാക്കി വെക്കുന്നു. ഇനി ഇതൊന്ന് അലൈൻ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റേഡിയസ് ഒന്ന് വരക്കാം. റേഡിയസ് മാർക്ക് ചെയ്തു. ഇനി ഒരു ആംഗിൾ ഉണ്ടാക്കണം. ഈ സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെയുള്ള ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നു. ബിയിലും എയിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ വാല്യൂ ആയിട്ട് നമുക്ക് ആൽഫ എന്ന് കൊടുക്കണം. ആൽഫ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇപ്പം കിട്ടിയ ഈ ഒരു ആംഗിളിൻ്റെ 3rd പോയിൻറ്റും ഈ ഒരു ലൈനും ഇവ ഉപയോഗിച്ചൊരു പെർപെൻഡിക്കുലർ ഇതിലൂടെ വരയ്ക്കണം. നമ്മൾ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ആദ്യം ലൈന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇനി ഇൻ്റർസെക്ഷൻ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനിയുള്ള ഈ 3 പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാം. പോളിഗൺ ടൂൾ എടുക്കുന്നു. ACB' ക്ലിക്ക് ചെയ്ത് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മായ്ച്ചു വെക്കാം. ഷോ ഹൈഡ് ഒബ്ജക്റ്റ് ടൂൾ എടുക്കുന്നു. സർക്കിൾ ആവശ്യമില്ല. ഈ പെർപെൻഡിക്കുലർ ലൈൻ ആവശ്യമില്ല. ഈ ലൈൻ ആവശ്യമില്ല. ഈ പോയിന്റും ആവശ്യമില്ല. ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം പോകുന്നു. ഇപ്പോൾ നോക്കൂ, P എന്ന സൈഡ് ഉപയോഗിക്കുമ്പോൾ ട്രയാങ്കിൾ വലുതാകുന്നു, ചെറുതാകുന്നു. ആൽഫ ഉപയോഗിക്കുമ്പോൾ ആംഗിൾ വലുതാകുന്നു, ചെറുതാകുന്നു. ഇപ്പം ഞാനിവിടെ ആംഗിൾ 30 ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ സൈസ് മാറ്റുമ്പോൾ 30 മാറ്റമില്ലാതെ ട്രയാങ്കിൾ മാത്രം മാറുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിളിൻ്റെ പേര് മാത്രം, വാല്യൂ മാത്രം കൊടുക്കാം. ആംഗിൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ ബീറ്റ എന്ന പേര് മാറി. വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈൽ എന്ന ഭാഗത്ത് പോയിട്ട് സൈസ് കുറച്ച് കൂട്ടാം കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കളർ ഒപ്പാസിറ്റി കുറച്ച് കൂട്ടാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾക്ക് പേര് കൊടുക്കാം. ഇവിടെ ഓപ്പോസിറ്റ് എന്നും ഇവിടെ ഹൈപ്പോട്ന്യൂസ് എന്നും ഇവിടെ അഡ്ജസ്റ്റ് എന്നും പേര് കൊടുക്കാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടൈപ്പ് ചെയ്യാം. ആദ്യം നമുക്ക് ഓപ്പോസിറ്റ് എന്ന് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. Now adjacent side. Now hypotenuse. നമുക്ക് പ്ലേസ് ചെയ്യാം. ഹൈപ്പോട്ന്യൂസ് ഇവിടെ, അഡ്ജസൻറ്റ് താഴെ, ഓപ്പോസിറ്റ് ഇവിടെ. നമുക്ക് സ്ലൈഡ് മൂവ് ചെയ്ത് നോക്കാം. സ്ലൈഡ് മൂവ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ചെറുതാവും വലുതാവുന്നുണ്ട്. പക്ഷേ ഈ പേരുകൾ അങ്ങനത്തെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡുമായിട്ട് ഈ പേരുകളെ ബന്ധിപ്പിക്കണം. അതിനുള്ള എളുപ്പ വഴി മിഡ് പോയിന്റ് ടൂൾ എടുത്തിട്ട് ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് എന്ന ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ എന്ന ഭാഗത്ത് നമ്മൾ E സെലക്ട് ചെയ്യുക. നമുക്ക് ഓപ്പോസിറ്റ് ഇയിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഹൈപ്പോട്ന്യൂസ് ക്ലിക്ക് ചെയ്യാം. D സെലക്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന ഭാഗത്ത് അഡ്ജസൻറ്റ് F കണക്ട് ചെയ്യാം. F കണക്ട് ചെയ്യാം. ഓക്കെ, അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. ദെൻ ഇത് നമുക്ക് മൂവിച്ച് വെക്കാം. ഇപ്പോൾ അതിൻ്റെ കൂടെ ആ വാക്കുകളും സൈഡിൻ്റെ കൂടെ വാക്കുകളും കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത പോയിന്റ് ഹൈഡ് ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത്, നോക്കൂ, ഈ സൈഡിൻ്റെ പേര് A എന്നാണ്, ഈ ഹൈപ്പോട്യൂസിൻ്റെ പേര് C1 എന്നാണ്.
അഡ്ജസ്റ്റൻ്റ് എന്ന സൈഡിൻ്റെ പേര് ബി ഡാഷ് എന്നാണ്, ബി ഡാഷ്. ഓക്കെ, ഇത് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ പോലെ സൈൻ കോസ് എന്നതിൻ്റെയൊക്കെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്താണ് സൈൻ, എന്താണ് കോസ് എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ടെസ്റ്റ് കൊടുക്കുന്നു, ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ലേറ്റക്കിൻ്റെ ഒരു മെത്തേഡ് എടുക്കുകയാണ്. \/ ഇടുന്നു, ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമ്മളെല്ലാം കേളി ബ്രാക്കറ്റിനകത്താണ് എഴുതുക. നമുക്ക് സൈൻ എന്ന് എഴുതുന്നു, എസ് ക്യാപിറ്റലാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ആംഗിൾ മാറുമ്പോൾ അത് ഇവിടെ കാണിക്കണം, ഈ ഭാഗത്ത് ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ബീറ്റ എന്ന പേരോടെ വന്നു, താഴെ sin 30 എന്നും വന്നു. ഇനി നമ്മൾ ഇനി ഈക്വൽ ടു ഇടുന്നു. നമുക്കറിയാം സൈൻ എന്നതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ ഫ്രാക്ഷൻ കഴിക്കണം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, FRAC ഫ്രാക്ഷൻ, ഫ്രാക്ക് എന്ന് എഴുതുന്നു. ഇനി 2 കേളി ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് ഒന്നാമത്തെ ന്യൂമറേറ്റർ ആയിട്ട് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് എന്ന പേരാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വന്നുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഹൈപ്പോട്ന്യൂസിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇനി ഈക്വൽ ടു ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിൻ്റെ വാല്യൂ കൊടുക്കണം. നോക്കി, ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, അതാണ് ഓപ്പോസിറ്റ്. എൻ്റെ പേര് എന്നാണ്. അതിൻ്റെ വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും \/ എന്നിട്ട് ഫ്രാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക, 2 കേളി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഒന്നാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വാല്യൂ അവിടെ വരും. ജസ്റ്റ് നോക്കൂ, A. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ ഇവിടെ A എന്ന വാല്യൂ വന്നു കഴിഞ്ഞു. അത് 4.35 ആണ്, അത് വന്നിട്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പോട്ന്യൂസ്, ഈ വാല്യൂ, അതിൻ്റെ പേര് നമുക്കറിയാം C1 എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. സ്ക്രീൻ ക്ലിക്ക് ചെയ്യാനാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യാൻ എളുപ്പം. ഉണ്ടോ, 8.7 അതിൻ്റെ വാല്യൂ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ 4.35 ആണ്, ഹൈപ്പോട്ന്യൂസ് 8.7 ആണ്. നമുക്കത് ശരിയാണെന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക, അതായത് വാല്യൂ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വാല്യൂ നോക്കൂ 4.35 ആണ്. ഇനി ഇവിടെ സെലക്ട് ചെയ്യുക, വാല്യൂ സെലക്ട് ചെയ്യുക, 8.7 ആണ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല. ജസ്റ്റ് ഇനി ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഈക്വൽ ഇടുന്നു. നമ്മൾ ഇതിൻ്റെ വാല്യൂ, ഇതിൽ ഡിവൈഡ് ഉത്തരം കിട്ടണം നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ഇതിൻ്റെ വാല്യൂ A എന്നാണ് നമുക്കറിയാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ A വന്നിട്ടുണ്ട്. ഇനി അകത്ത് ക്ലിക്ക് ചെയ്യില്ല, അകത്ത് നോക്കൂ, പേൻ്റെ ഉള്ളിൽ ആ ബോക്സ് അകത്താണ് എന്ത് ചെയ്യുന്നത്, ബ്ലിങ്ക് ചെയ്യുന്നത്. എന്നിട്ട് ഡിവൈഡുള്ള ചിഹ്നം എടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് എന്താ വേണ്ടത്, C1 വേണം, ഹൈപ്പോട്ന്യൂസ്. നോക്കൂ, ഇതാണ് C1, ഇത് C1 ആണ്, ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ നമ്മൾ C1 ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, ബോക്സിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യണം ബെസ്റ്റ്. അപ്പോൾ നമ്മൾ C ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഷിഫ്റ്റ് നെക്കി അണ്ടർസ്കോർ ഇടുന്നു. എന്നിട്ട് 1 ടൈപ്പ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഡിവൈഡ് ഉത്തരം കിട്ടി, Aയും C1 ഡിവൈഡ് ഉത്തരം കിട്ടി 0.5. നമുക്കറിയാം sin 30 ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് എഴുതാൽ sin 30ൻ്റെ വാല്യൂ ഹാഫ് ആണ്, 0.5 ആണ്. ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോസ് വാല്യൂ ചെയ്യാം. കോസ് വാല്യൂ മാത്രം ഞാനിവിടെ കാണിക്കാം, ഒറ്റയടിക്ക് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇപ്പോൾ സൈനും കോസും നമുക്ക് കിട്ടി. ടാൻ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ അതിൻ്റെ ഗ്രിഡൊക്കെ മാറ്റുന്നു. കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതൊക്കെ നമ്മളിഷ്ടം. കളർ കൊടുക്കാം വേണമെങ്കിൽ. ഒന്നാമത്തെ റെഡ് എടുത്തു, ഇത് ബ്ലൂ ആയിട്ടുണ്ട്, ഒരു ഗ്രീൻ, എത്തി, നോ പ്രോബ്ലം. ഓക്കെ, ഈ ഒപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കുറച്ച്. ദെൻ നോക്കൂ, ഇപ്പം നമ്മൾ ആംഗിൾ 30 ആക്കി. അപ്പോൾ sin 30യുടെ വില 0.5, ഹാഫ്, കോസ് 30യുടെ വില 0.87. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആംഗിൾ മാറ്റിയാലും ഇവിടെ വാല്യൂ അനുസരിച്ച് ഇവിടെ അനുസരിച്ച് മാറുന്നുണ്ട്. നമുക്ക് ഈ B' വാല്യൂ കൂടി ഒന്ന് മാറ്റിയേക്കാം, വാല്യൂ കൊടുക്കാം. ഓക്കെ, എത്ര രീതി ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ആംഗിൾ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് ആംഗിൾ ഇങ്ങനെ മാറ്റി കളിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ വന്നത് ഇപ്പോൾ എത്രയാണ്, sin 37.6, കോസ് 37.8. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഇതിന് വേണം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് 60 വെച്ചിട്ട് ചെയ്യാം. 60 വെച്ചാൽ നമുക്ക് നോക്കാം. 60 ആണെങ്കിൽ ഇവിടെ 60 ചെറുതാക്കി, 60 കറക്റ്റ് 60 ആക്കാം. നോക്കൂ, ഇപ്പോൾ കോസിൻ്റെ 60 വാല്യൂ, കോസ് 60.5 കറക്റ്റാണ് നമ്മൾ ചെയ്തത്. ഓക്കെ,
ആംഗിൾ ഒരു മോഡറേറ്റ് ലെവലിൽ വയ്ക്കുക. ഇങ്ങനെ നമുക്ക് വളരെ രസകരമായ ഒരു ആപ്ലെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും.